ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളതായിരുന്നു. ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ഏറ്റവും അധികം മിസ് ചെയ്തിട്ടുള്ള ഫുഡും പോർക്കും കപ്പയും. ശരിക്കും നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിനൊരു മായമുണ്ടല്ലേ, ആ മസാലയുടെ മണവും അതിൽ നിറച്ചിട്ടുള്ള മമ്മിയുടെ സ്നേഹവും. ശരിക്കും അതൊക്കെ നമ്മൾ മറ്റൊരിടത്തേക്ക് മാറി നിൽക്കുമ്പോഴാണ് അതൊക്കെ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ചില സമയത്ത് നമ്മൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് എന്നും ഈ കറി തന്നെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാലം എല്ലാവർക്കും ഉണ്ടാവാം, എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു വലിയ സ്വർഗമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കുറച്ചധികം നാൾ വേണ്ടി വന്നു എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴേ ശരിക്കും അതിൻ്റെ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതിപ്പോൾ ഏതായാലും നമ്മൾ പോർക്ക് കറിയാണ് ഉണ്ടാക്കുന്നത്. പോർക്കെല്ലാം മാഗ്നേറ്റ് ചെയ്തിട്ട് അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ സവോള, ഉള്ളി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടാട്ടോ നമ്മളിന്ന് പോർക്ക് ഉണ്ടാക്കുന്നത്. അപ്പം കപ്പയും ഉണ്ടായിരുന്നു. അപ്പം കപ്പ നമ്മൾ കൊത്തി നുറുക്കി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചേർത്തിട്ട് വെക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം കുറച്ച് ചെയ്തിട്ട് ബാക്കി അപ്പനെ ഏൽപ്പിക്കുകയോ ചെയ്തത്. ശരിക്കും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒപ്പം നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ ഉണ്ടായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് ശരിക്കും ആ ഒരു ഫീല് വേറെ തന്നെയാട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പോർക്ക് കറിയായിരുന്നു കേട്ടോ. നല്ല കപ്പയായിരുന്നു, നല്ല കുഴഞ്ഞിട്ടുള്ള കപ്പയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം കഴിക്കുന്ന എന്താ പറയുക, അത് അതിൻ്റെ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തേങ്ങാക്കൊത്തൊക്കെ എടുത്തിട്ട് എന്താ ടേസ്റ്റാണെന്നറിയോ. ശരിക്കും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണ്. ശരിക്കും ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് വായിൽ നിന്ന് വെള്ളം വരും കേട്ടോ. ശരിക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.